നമസ്കാരം. എഫ്ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് NDA സർക്കാർ ഭരണത്തിൽ കയറിയിട്ട് 10-12 വർഷങ്ങളായിട്ടുണ്ടെങ്കിലും ഇത്രയും കാലയളവിൽ പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ, എനിക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയ ഒരു പ്രസ്താവനയെ അടുത്ത കാലത്ത് കണ്ടു. നമ്മുടെ അമിത്ഷാജി ഒരു പ്രസ്താവന ഇറക്കി. ലഹരി മാഫിയോട് അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട കച്ചവടക്കാരോട് അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെടുന്ന ഒരാളോട് ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ന്. ലഹരി മാഫിയക്കാരോട് അല്ലെങ്കിൽ ലഹരി കച്ചവടക്കാരോട് വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അങ്ങനെ കേസുകൾ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ ശിക്ഷിക്കപ്പെടും എന്നാണ് ഇതിനർത്ഥം. അതിനാൽ എനിക്ക് വളരെ സന്തോഷമായി തോന്നി. കാരണം നമ്മുടെ രാജ്യം ഇല്ലാതാക്കുന്ന, നമ്മുടെ രാജ്യത്തിനെ കാർന്നുവന്ന ഈ ക്യാൻസർ, ലഹരി മാഫിയ എന്ന ക്യാൻസർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ ഭരണത്തോട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു, ബഹുമാനം തോന്നുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനോ അല്ലെങ്കിൽ ചൈന അതുപോലുള്ള രാജ്യങ്ങൾ നമ്മൾ ആക്രമിക്കുമ്പോൾ എത്രത്തോളം നമുക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നതോ അതിനേക്കാൾ ഇരട്ടി, എത്രയോ ഇരട്ടി, നൂറുകണക്കിന് ഇരട്ടി നാശനഷ്ടങ്ങളാണ് ഈ ലഹരി മാഫിയ നമ്മുടെ രാജ്യത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സമൂഹത്തെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ലഹരി മാഫിയ പ്രവർത്തിക്കുന്നത്. വരും തലമുറയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ അടപടലം ഇല്ലാതാകുമെന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ ഈ ഭരണകർത്താക്കള്, നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന NDA സഖ്യമാണെങ്കിലും കേരളം ഭരിക്കുന്ന LDF സഖ്യമാണെങ്കിലും ഇതിന് മുന്നിട്ട് വന്ന് ഇതിനെതിരെ പ്രവർത്തിക്കാൻ കാണിക്കുന്ന ആർജവത്തിന് നമുക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ ഒറ്റപ്പെടുത്തണം, അവരെ ഇല്ലാതാക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ ഏത് സ്റ്റേറ്റിനാണെങ്കിലും സെൻട്രലിനാണെങ്കിലും ഏത് ഗവൺമെന്റിനാണെങ്കിലും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് താങ്ക് യു.